എൻ്റെ ആദ്യത്തെ സിനിമ വന്നപ്പോൾ ഞാൻ സിബി മലയിലിൻ്റെ സിനിമയിൽ നായികയാണ്. അതിൽ പരം ഒരു നടിക്ക് എന്താ വേണ്ടത്? അപ്പോൾ സിബി മലയിലെ സിനിമയുടെ നായിക എന്ന് പറയുന്നത്, കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിബി അങ്കിൾ, കമൽ സാർ ഇവരുടെയൊക്കെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ, സത്യനന്ദിക്കാട് ഇവരുടെയൊക്കെ സിനിമകളാണ്, ഫാസിൽ സാർ ഇവരൊക്കെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പോയിരുന്ന് കാണുന്ന സിനിമകൾ. അത്തരമൊരു സംവിധായകൻ്റെ സിനിമയിൽ നായികയായിട്ടൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നതിൽ അപ്പുറത്തായിരുന്നു. ഒരു അമേരിക്കൻ റിട്ടേൺ ഗേളായിട്ടുള്ള ഒരു ക്യാരക്ടറിന് വേണ്ടി മുതുകളത്തു നിന്നുള്ള എന്നെ എങ്ങനെ സെലക്ട് ചെയ്തു അല്ലേ? വിധിയാണ്. ഇറ്റ്സ് ജസ്റ്റ് ഡെസ്റ്റിനി ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു യു. ഇന്നത്തെ ഈ ഒരു വേദിയിൽ എനിക്ക് തോന്നുന്നു ചിന്നുമൊക്കെ സന്തോഷിക്കുന്ന പോലെ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. ഓരോരുത്തരും സിബി അങ്കിളിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ എനിക്ക് എൻ്റെ ആരോ എന്നുള്ളൊരു ഫീലിംഗാണ്. അപ്പോൾ വലിയ സന്തോഷം. മലയാള സിനിമയിൽ പകരം വയ്ക്കാൻ പറ്റാത്തൊരു സംവിധായകനാണ് സിബി മലയിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ എത്താൻ സാധിച്ച് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് അഭിമാനത്തോടു കൂടി 2 വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഈശ്വരനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ എൻ ഓപ്പർച്യൂണിറ്റി ഇൻ ടു ദിസ് വണ്ടർ വേൾഡ് ഓഫ് സിനിമ. താങ്ക് യു. ആൻഡ് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ബ്ലെസ്സിങ്സും സിബി അങ്കിളിനുണ്ടാവട്ടെ എന്ന് ഫോർമലി പറയുന്നില്ലേ. ഇറ്റ് ലുക്സ് വെരി ഫോർമൽ ആൻഡ് അതൊരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോവും. ഇറ്റ്സ് ഹിയർ. താങ്ക് യു. താങ്ക് യു ചേച്ചി. നമ്മുടെ ഒരു സ്പോൺസറിന് ഒരു മൊമെൻറ്റോ കൊടുക്കാനുണ്ട്. ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബാംഗ്ലൂരിലെ ചെയർമാൻ മിസ്റ്റർ പ്രസാദ് പി വി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. സിബി സാറിനെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി സിബി സാറിന് ഒരു ആദരവ് നമ്മുടെ ശങ്കർ പളനിസ്വാമി, അദ്ദേഹം ഒരു തമിഴ് പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിബി സാറിൻ്റെ 3 സിനിമകളിൽ വളരെ ശക്തമായ വേഷങ്ങൾ ചെയ്ത മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ ആശംസയിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. നമസ്കാരം. മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സംവിധായകരുടെ പേരുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു പേരാണ് സിബി മലയിൽ. കുട്ടിക്കാലം തൊട്ട് എത്രയോ സിനിമകൾ സിബി സാറിൻ്റെ സിനിമകൾ എത്രയോ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അത്രയും വലിയൊരു സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം. 1 അല്ല 2 അല്ല 3 സിനിമകളാണ് എനിക്ക് സിബി സാറിൻ്റെ കൂടെ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതും എൻ്റെ അഭിനയ ജീവിതത്തിലെ കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങൾ കളിവീടും പ്രണയവർണ്ണങ്ങളും സമ്മറിൻ ബത്ലഹേമും ഒക്കെയാണ് സിബി സാർ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മനസ്സ് നിറഞ്ഞ സ്നേഹവും നന്ദിയും ഞാനിപ്പോൾ അറിയിക്കുകയാണ്. സാറിന് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് സിനിമകൾ സാറിനും ചെയ്യാൻ സാധിക്കട്ടെ, അതിൽ എനിക്കും ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സിബി സാറിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. കഴിഞ്ഞ 16 വർഷമായിട്ട് ഫെഫ്ക എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ ഏക തൊഴിലാളി സംഘടനയുടെ പ്രസിഡന്റാണ് ശ്രീ സിബി സർ. അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കാനായി ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും ഈ ആദരവ് ഏറ്റുവാങ്ങാൻ സിബി സാറിനെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും വികാരതീവ്രവുമാണ് ഈ സന്ദർഭം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ സിബി മലയിൽ മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് എന്നുള്ളതിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല. അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്ന എണ്ണം പറഞ്ഞ സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹം എത്രയോ പ്രതിഭാധനരായ എഴുത്തുകാരുടെ രചനകളെ സിനിമയിലേക്ക് പരിവർത്തിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വൈവിധ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ലോഹിതദാസിൻ്റെയും അതുപോലെ ഡെന്നിസ് ജോസഫിൻ്റെയും ഒക്കെ വളരെ ഇമോഷണലായിട്ടുള്ള സ്ക്രീൻ പ്ലേകൾ ചെയ്യുന്ന അതേ കൈയടക്കത്തോടെ തന്നെയാണ് സതയം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത നമ്മളുടെ എക്കാലത്തെ ഏറ്റവും വലിയ തിരക്കഥാകൃത്തായ ശ്രീ എം ടി വാസുദേവൻ നായരുടെ രചനയിൽ അദ്ദേഹം തീർത്ത സതയം എന്ന സിനിമ. പക്ഷേ അതേ സംവിധായകനാണ്
ശ്രീ എസ് എൻ സ്വാമിയോടൊപ്പം ഓഗസ്റ്റ് 1 എന്ന സിനിമ ചെയ്തത്. ഇത് സിബി മലയിൽ എന്ന സംവിധായകൻ്റെ ഒരു വലിയ, അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ എത്രത്തോളം വിശാലമാണ് എന്ന് നമ്മളെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല, അത് പലരായി ഇവിടെ സംസാരിച്ചതാണ്. വ്യക്തിപരമായി എനിക്ക് സിബിച്ചായനെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, സിനിമയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായി ഞാൻ ഒരു തിരക്കഥ പൂർണ്ണമായും എഴുതി വായിക്കുന്നത് ആദ്യം TK രാജീവ് കുമാറിൻ്റെ മുമ്പിലാണ്. ഞങ്ങൾ ജലമർമ്മരം എന്നൊരു സിനിമ എടുത്തു. അതിനുശേഷം ഞാൻ സിബിച്ചായൻ്റെ മുമ്പിലാണ് ഒരു തിരക്കഥ പൂർണ്ണമായും എഴുതി വായിക്കുന്നത്. അദ്ദേഹം അന്ന് ആ സിനിമ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. സിയാദക്ക ഇവിടെയുണ്ട്. സിയാദക്ക ആയിരുന്നു ആ സിനിമ നിർമ്മിക്കേണ്ടിയിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 99 കാലഘട്ടത്തിലാണ്. അന്ന് എനിക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസായി തന്ന നിർമ്മാതാവാണ് സിയാദ് കോക്കർ. ആ 1 ലക്ഷം രൂപ കൊണ്ട് ഞാൻ 1 വർഷം ജീവിച്ചിട്ടുണ്ട് സിയാദ്. അപ്പോൾ ആ സിനിമ നടന്നിട്ടില്ല. ഈ അടുത്ത കാലത്തും സിബിച്ചായ എന്നോട് ചോദിച്ചു, നമുക്ക് ആ സിനിമ ഒന്നുകൂടി ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ സഞ്ജുവിനെയൊക്കെ കാണാം, ബോബി സഞ്ജയൊക്കെ കാണാം, ഏറ്റവും പുതിയ തലമുറയിലെ എഴുത്തുകാർ. നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല, അത് ഇനിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞേ തീരൂ. മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകരുടെ, തൊഴിലാളികളുടെ, സാങ്കേതിക പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിൻ്റെ പേരാണ് ഫെഫ്ക. ആ സംഘടനയെ 2008 മുതൽ ഇന്ന് വരെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാലക ശക്തി അത് സിബി മലയിലാണ്. ഞങ്ങളുടെ ആരാധ്യനായ പ്രസിഡന്റാണ് സിബി മലയിൽ. ഞാൻ 2008 മുതൽ എൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ പലപ്പോഴും ആദ്യ കാലഘട്ടത്തിലെങ്കിലും വളരെ വൈകാരികമായി പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ ചെവിക്ക് പിടിക്കുമ്പോൾ ചെവിക്ക് പിടിക്കുകയും ഉപദേശിക്കുമ്പോൾ ഉപദേശം തരികയും ചെയ്യുന്ന, ഉപാധികളില്ലാതെ എനിക്ക് സ്നേഹം തന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് സിബി മലയിൽ. ഇദ്ദേഹമില്ലെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയ്ക്ക് ഇന്നത്തെ രൂപത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. പലപ്പോഴും ആ സംഘടനയുടെ മുഖമായി വരുന്നത് ഞാനാണെങ്കിലും ഞങ്ങളെ നിലനിർത്തുന്നത് സിബി മലയിൽ എന്ന സൗമ്യദീപ്തമായ ഈ സാന്നിധ്യമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ സിബി മലയിൽ ഇമോഷണലായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ ഇമോഷണൽ ആവാത്ത ആളാണെന്ന്. ഇമോഷണലായി ഞാൻ കണ്ടിട്ടുണ്ട്, തുറന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കിടയിലുള്ള ഒരുപാട് രഹസ്യങ്ങളിൽ ഒന്ന്, എന്നെക്കൊണ്ട് ഒരുപാട് മിമിക്രി ചെയ്യിപ്പിക്കുന്ന ആളാണ് ഇദ്ദേഹം.